ഹായ് താത്തൊരു ഹായ് പറഞ്ഞേ. ആന്ന് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ അപ്പൂസില്ലാട്ടോ, അവിടെ അപ്പൂസ് സ്കൂളിൽ പോയതാണ്. ഉച്ചവരെയുള്ളൂ. ഉച്ചവരെ സ്കൂളുള്ളൂ. മീറ്റിംഗ്. അപ്പൊ നമ്മള് നേരത്തെ തന്നെ വിശേഷമൊക്കെ ആയിട്ട് വന്നതാണ്. കുറച്ച് നല്ല തിരക്കാലോ. നമുക്ക് ഓരോ പണിയുണ്ട്. അപ്പൊ അതിന്റെ മുമ്പേ നമ്മളെ പണിയുടെ ഒരുക്കി വെച്ചാല് അത് വിചാരിച്ച് നേരത്തെ വന്നതാണ്. പിന്നെ മീന് ഞങ്ങള് കൊറേ എത്ര മാസമായിട്ടുണ്ടാവില്ല മീൻ വാങ്ങിയിട്ട്. അപ്പൊ മത്തി ചതിച്ച മീൻ തന്നെ ആ ശേഷം തൊട്ട് മീനില്ല. എന്നിട്ടിപ്പോ ഇന്നലെ ഉണ്ടിക്കൊരു മീൻ കൂട്ടാൻ ഭയങ്കര ഒരു പൂതിട്ടോ. കൊറേ ആയി ഉണക്കമീൻ ഇങ്ങനെ കെട്ടി മറിയണം. ഉണക്കമീൻ തിന്ന് അപ്പൊ എന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് കുറച്ച് മീൻ വാങ്ങാം വിചാരിച്ചു വാങ്ങിയതാ. ഇത് എത്രക്കാക്കി? 100 രൂപയ്ക്കോ? 100 രൂപയ്ക്ക് ഒരു കിലോ ഉണ്ട്. ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 100 രൂപ. 2 മാസം 1.5 മാസം എത്ര ആ മത്തിക്ക് വില കൂടിയിട്ട് പിന്നെ മീൻ തന്നെ വാങ്ങിയില്ല. അപ്പൊ ഇതുണ്ടോ, ഞങ്ങള് വത്തല് എന്നാ പറയല്. ഇതിന് വേറെ പേരുകളൊക്കെ ഉണ്ടല്ലേ. നെത്തോലി, കൊഴുവ ഒക്കെ ഉണ്ട്. ഞങ്ങള് വത്തല് പറയാ. നമ്മള് ഇത് പൊരിക്കണൊന്നുമില്ല, പൊരിച്ചത് കൂട്ടരുത് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കറിയാക്കാ വിചാരിച്ചു. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേറൊരു അടിപൊളി പണിയും കൂടി ഉണ്ട് എടുക്കാന്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാണ്. പണിക്കാരിപ്പൊ കഞ്ഞി കുടിച്ച് പോയിട്ടുള്ളൂ. അവരിപ്പൊ കഞ്ഞി കുടിച്ച് പോയി. ഒരു ഉപ്പേരി, പിന്നെ നമ്മളെ സ്ഥിരം ഉണക്കമീനും കൂടിയാട്ടോ കൊടുത്തത്, അച്ചാറും. പിന്നെ ഇതാ വന്ന് നോക്കണുണ്ടോ കൊറേ ആള്. ഇഷ്ടം പോലെ കിട്ടിയില്ല. അങ്ങനെ നാളെ നമുക്ക് വെറും ഉണക്കൽ വെട്ടിച്ച്. ഇപ്പൊ നാളെ നമ്മളെ വാർപ്പാണ്. പരിപാടി എല്ലാ പരിപാടിയും സെറ്റായി. ഇന്ന് കുറച്ച് കമ്പിപ്പണി കൂടി ബാക്കിയുണ്ട്. ബാക്കി കഴിയും, ഇന്ന് എന്തായാലും കഴിയും കമ്പിപ്പണി. അപ്പൊ നാളെ നമ്മളെ എല്ലാരും കാത്തിരുന്ന വാർപ്പാണ് നാളെ. എല്ലാരും പ്രാർത്ഥന കൊണ്ടും പെട്ടെന്ന് വാർപ്പിനായി കിട്ടി. ആരോടൊക്കെ പറയണമെന്ന് അറിയില്ല. കുടിരിക്കല് പറയാ. അല്ല അതല്ല, അങ്ങനെയല്ല. വാർപ്പിനായ എല്ലാരോടും വരണ്ടതല്ല കേട്ടോ, അതല്ല പറഞ്ഞത്. ഈ വീടിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനിയിപ്പൊ നമുക്ക് നാളെ വാർപ്പാണ്. നമ്മളെ വാർപ്പിന് എല്ലാരും വരിക, പറ്റുന്നവരൊക്കെ വരിക. അതൊക്കെ എടുത്ത് കൊണ്ടുപോട്ടെ, വേണമെങ്കിൽ തിന്നോ. അതൊന്നും നല്ല എടുത്ത് കൊണ്ടുപോയി. അല്ല ഈ മീനിപ്പത്തി സമയത്ത് പൂച്ചകള് 3 വന്നിട്ട് 3 കൂടി ഉണ്ട്. ഒരറിഞ്ഞിട്ടില്ല. ഭയങ്കര കരച്ചിലായി. നമ്മളെ വീഡിയോ കാണാൻ താത്തണ്ട് ബാക്കിൽ നിക്കണ്. താത്ത നാസറാക്കാന്റെ താത്തട്ടോ. ആ നാസറാക്കും താത്തക്കും സുഖല്ലേ അന്വേഷണമൊക്കെ പറയാൻ. നാസറാക്കാനെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, താത്താനെ ചോദിച്ചിട്ടുണ്ട്. നാളത്തെ വിശേഷത്തില് നാസറാക്കിയൊക്കെ ഉണ്ടാവും കേട്ടോ. നാളെ നമ്മളെ വാർപ്പല്ലേ, അപ്പൊ എല്ലാരും ഉണ്ടാവും. പിന്നെ ചേച്ചിമാരൊക്കെ ഉണ്ടാവും. ആരൊക്കെ പിന്നെ വരിക ഒന്നും അറിയില്ല. എന്നാരും വരില്ല, സ്കൂളല്ലേ. ഇന്നൊക്കെ കുട്ടികൾക്ക് ഇപ്പൊ വെത്തൽമീൻ കൊണ്ട് എന്താ പരിപാടി സ്പെഷ്യല്? വെത്തൽമീനെ കൊണ്ട് പുളിയിട്ടിട്ട് നമ്മള് സാധാ ഒരു കറി, തക്കാളിയും പുളിയും എല്ലാം ഇട്ടിട്ട് അല്ലേ അമ്മ? മതിയില്ലേ, ഒരു പുളിയുള്ള കറി കൂട്ടാനാണ്. നീരിനൊക്കെ പുളി നല്ല നീരിന് പുളി പറ്റൂലേ? നമ്മള് പുതിയ മൺകലത്തിലൊക്കെ അല്ലേ. അതിനെന്തൊക്കെ ചെയ്യണം? പുതിയ മൺകലം ഒരാള് പറഞ്ഞേ പുതിയ മൺകലം കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചാ മതിന്ന്. എങ്ങനെയാണത് മയക്കല്? വെള്ളം തിളപ്പിക്കാൻ മതിയോ? കഷായം പറ്റൂല. 1.5 ഗ്ലാസ് വെള്ളത്തില. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യല. എന്നിട്ട് ഇന്ന് ചെയ്യാൻ പറ്റിയപ്പോ മീൻ ചട്ടിയില് മീൻ വെക്കാൻ പറ്റും ചോദിക്കൂല്ലേ? അപ്പൊ അറിയില്ല. അപ്പൊ നമ്മൾ എന്നാല് നയിക്കൂല കേട്ടോ. നമ്മള് സാധാ വലിയ ചട്ടിയിലെ അതിൽ തന്നെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്താ അടുത്ത ഒരു നല്ല അടിപൊളി വിശേഷം കാണിച്ചു തരല്ലേ? എന്തായാലും മീന് നന്നാക്കായിരുന്നു. മീൻ നന്നാക്കിട്ട് നമുക്ക് വേറെ സംഭവം കൂടി ചെയ്യാണ്ട്. അപ്പൊ ഞാൻ മീൻ നന്നാക്കി എടുക്കട്ടെ കേട്ടോ. കൊറേ ഉണ്ട് കണ്ടില്ലേ, നുള്ളിപ്പൊരുക്കി. വേറെ എന്തെങ്കിലും മീൻ ഉണ്ടേന്നോ? വേറല്ല,
അപ്പൊ നമ്മളെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടോ. മീൻ നന്നാക്കൽ കഴിഞ്ഞ് പാത്രം കൂടി കഴുകിയിട്ട് അകത്തേക്ക് കയറാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താ കഞ്ഞി കൊടുത്തിട്ടേ, കഞ്ഞിക്കാരപ്പം ഞങ്ങളും കഞ്ഞി കുടിച്ചു. അപ്പൊ നമ്മളിവിടെ ഒരു ഡെസ്ക് വെച്ചു, ഒരു ചെറിയ മേശ വെച്ചത്. കാരണം എന്താ അറിയോ, കാലുവേദനയൊക്കെ ആയിട്ട് നിലത്തിരുന്ന് പാത്രം കഴുകാൻ വയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ മറ്റേത് നമ്മൾ നിലത്ത് പാത്രം കിട്ടുക എല്ലാം കൂടി ആക്കിയിട്ട് അവിടെ ഇരുന്നിട്ടാണ് കഴുകിയത്. ഇപ്പോൾ അമ്മയ്ക്കും വയ്യക്കും വയ്യ. അത് കാരണം ഒരു ചോറുണ്ട മേശ ഉണ്ടായിരുന്നു, അത് ഏട്ടനെ ഇങ്ങോട്ട് ഇട്ട് തന്നു. അപ്പോൾ ഇവിടെ കൊണ്ട് കഴുകും. അല്ല അപ്പം എന്താ കാട്ടുക, ഇരുന്നാൽ പിന്നെ നീക്കാൻ പറ്റില്ല. പണിക്കാർക്ക് കഞ്ഞി കൊടുത്തതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അകത്തേക്ക് കയറാം. അമ്മയ്ക്ക് നല്ല പണിയാണ്, എത്ര പറഞ്ഞിട്ടും കേൾക്കില്ല. അമ്മ അതാ നിന്നിട്ടാണ് ഇരുന്നിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് നാളെ പണിയാണ്, ഞാൻ ചെയ്തോ, നിങ്ങൾ അവിടെ നിന്നോളി, പറഞ്ഞേക്കിട്ടോ. അല്ലെങ്കിൽ അമ്മക്ക് തന്നെയും പണിയാവും. അല്ലെങ്കിൽ അമ്മക്ക് തന്നെ പണിയാവും. നാളെ നമ്മള് വാർപ്പിന്റെ ഹോസ്പിറ്റലിൽ പോകണ്ടല്ലോ. അമ്മ എന്താണെന്നറിയോ, ഞാൻ ഒറ്റയ്ക്ക് കാട്ടിനെ കണ്ടിട്ടാണ് അങ്ങനെ കാട്ടുന്നത്. ഇനി കണ്ടോ, തിരുമ്പാക്കലിന്റെ അവിടെ കൂട്ടിട്ടിട്ട് അവിടെ കൂട്ടിട്ടുണ്ട് പച്ചയും മഞ്ഞയും തുണികൾ ഇഷ്ടം പോലെ അതൊക്കെ കൂട്ടിട്ട് ഇപ്പൊ തിരുമ്പാനുണ്ട്. എന്നാണെങ്കിൽ ഒന്നും നിലയൊക്കെ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ, മഴയൊന്നും ഇല്ല. അപ്പൊ നാളെ വാർപ്പും കൂടി ഉണ്ട് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയെന്നു. പിന്നെ നമുക്ക് നാളേക്ക് ഇനി തീ പിടിപ്പിക്കാനേ ചോറൊക്കെ വെക്കണമെങ്കിൽ പുറത്ത് എന്താ ഈ കല്ലൊക്കെ വെക്കണം. അവിടുന്ന് നമ്മള് ഇതേമാതിരി ഇവിടെ അടുപ്പ് കൂട്ടിയെന്നു ആദ്യം, മഴ ചെയ്ത് നമ്മള് വലിച്ചു പോയി. അപ്പൊ ഞാൻ അവിടെ കൂട്ടണം. മഴ അടുപ്പല്ല കേട്ടോ ഇപ്പൊ വേണ്ടത്, ഇപ്പൊ കുറച്ചുകൂടി വലുത് വേണം. എന്താ പിന്നെ വലിയ നമ്മള് ഏൽപ്പിക്കുന്നില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം ഇവിടെ വീട്ടിൽ നിന്ന്. അപ്പൊ നമ്മള് എന്താ പറയാ, ആൾക്കാരെ കുറെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മള്, നമുക്ക് ഒഴിവാക്കാൻ പറ്റണില്ല ആരെ. നമ്മളാരും വിളിച്ചില്ല എന്നുള്ള പരാതി പറയരുത് കേട്ടോ. ആർക്കും വരാം, നമ്മളെ വീട്ടിക്ക് വരാൻ പറ്റുന്നവര് വരിക. നമ്മളെ കുടുംബക്കാര് ആരോട് വരണ്ടെന്ന് പറയില്ല, ആരോടും വരണ്ട നമ്മൾ പറയുന്നില്ല, എല്ലാരും വരാം. വരാൻ കഴിയണവർക്ക് എല്ലാവരും വരാം, നമ്മളെ വാർപ്പിന് പങ്കെടുക്കാം. നമ്മളെ വീടും നമ്മളെ കാരണം നിങ്ങളാണ് നമ്മളെങ്ങനെയാക്കി തന്നത്. അപ്പൊ എല്ലാരോടും എങ്ങനെ നന്ദി പറയാന് ഞങ്ങക്ക് വാക്കുകളില്ല. അപ്പൊ നാളത്തെ വീഡിയോയിൽ അതില്ലാതെ ശരിക്കും ഞങ്ങൾ പറയാം. കോഴിക്കൊക്കെ കോളാണല്ലോ, കോഴിക്കക്ക് കോളാണ്, പൂച്ചക്ക് കോളാണ്. വേഗം മീൻ നന്നാക്കി നീച്ച് ഞാൻ, അല്ലെങ്കിൽ പൂച്ചാളി എന്നെ പൊതിയുന്നു. ഇനി നമ്മക്ക് പണിക്കാർക്ക് വെള്ളം കൊണ്ടുവെക്കാൻ പോവാം. ഒരു നല്ല വെയിലാണ്, പിന്നെ നല്ല ഷീറ്റില് ആ ഗ്രീസ് മറ്റേ ഓയിൽ തേച്ചിട്ട് നല്ല ചൂടാണ്. അതിന്റെ മുകളിൽ ഞാൻ കയറിയപ്പോൾ നല്ല, ഞാനും ആ തുറക്കാരൻ്റെ ഒപ്പം സെൻറ്ററിങ്ങിന് ഇടയ്ക്ക് പോകലുണ്ട് കേട്ടോ. എൻ്റെ സ്നേഹിതൻ്റെ ഒപ്പം ഞാനും സെൻറ്ററിങ്ങിന് പോകലിൻ്റെ ഇടയ്ക്ക്. ഇപ്പൊ പോവല്ലേ, എന്നാലും കഴിഞ്ഞ വർഷം പോയിരുന്നു. അപ്പൊ നമ്മള് ഒരു ക്ഷീണിച്ച് നിക്കാണ്. ഒരു പണിയില്ലാതെ കുടുങ്ങിയിട്ട് പോയതേന്നു. പിന്നെ അങ്ങനെ അതിനനുസരിച്ച് അസുഖം കിട്ടി, അലർജി. അപ്പൊ നമുക്ക് ഓർക്ക് ദാഹിച്ച് നിൽക്കുമോ, നമുക്ക് നാരങ്ങ കൊണ്ടുകൊടുക്കാം. നാരങ്ങ കൊണ്ടുകൊടുക്കട്ടോ വയ്യല്ലേ ഇപ്പൊ തന്നെ. അവിടെ ഇരുന്നോളി, പറഞ്ഞു കേൾക്കും. അടങ്ങി നിന്നാ എന്താ വെച്ചാലേ അത് നോക്കിട്ട് കാര്യല്ല. നിങ്ങള് അവിടെ പോയിരുന്നത് ഇപ്പൊ പോലെ നമുക്ക് അമ്മ സൈഡായില്ലേ അമ്മ. ആ വേദന തുടങ്ങിണ്ടാവൂല്ലേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ കിടന്നോട്ടെ. വലിയ ആൾക്കാര് പറഞ്ഞ കേക്കണം, വലിയ ആൾക്കാര് പറഞ്ഞ ശരിയാണ്. കുറച്ച് നാരങ്ങളോടെ കൊണ്ടുവച്ചെടുത്താലേ. ഇപ്പൊ ഞാനും റബ്ബർ വെട്ടി കഴിഞ്ഞിട്ടൊന്നും കഴിച്ചിട്ടില്ല. നിങ്ങള് റബ്ബർ വെട്ടാൻ പോയ കാര്യം പറഞ്ഞപ്പോഴാട്ടൊക്കെ ഓർമ്മ വന്നത്. എന്താ കൊറേ ആൾക്കാര് ഷോർട്ട് കണ്ടിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്, ഇയാൾക്ക് ഇത് ഈ പെണ്ണിന്റെ പിന്നാലെ ക്യാമറയും കൊണ്ടുനടക്കണ പണിയാണോ, എന്താ വേറൊരു പണിയൊന്നുമില്ലേ, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാവും, പിന്നെ എന്തിനാ ഇപ്പൊ പണിക്ക് പോണതില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാലിയാക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്താ ഓരോട് എനിക്ക് പറയാനുള്ളത്, രാവിലെ പുലർച്ചെ നീച്ച് പണിക്ക് പോണ ഒരാളാണ് സന്തോഷേട്ടന്. നേരത്തെ ടാപ്പിംഗ് ആണ് പണി. സംഭവം കുറച്ചുള്ളൂ എന്നാലും ടാപ്പിംഗ് പറഞ്ഞാല് റബ്ബർ വെട്ടാണ് പണി. അപ്പൊ നേരത്തെ പുലർച്ചെ പോണുണ്ട് ഇരുട്ടത്ത്, പിന്നെ 10 മണിയാകുമ്പോഴേക്കും തീർത്ത് വരുന്നുണ്ട്. ഒരു ചായ വെള്ളം ഒന്നും കുടിക്കാതെ വെള്ളമാണ് ഇപ്പൊ കൊണ്ടുപോകല് കേട്ടോ. അങ്ങനെയൊക്കെ രാവിലെ കഷ്ടപ്പെടുന്നുണ്ട് ആള്. നമ്മളെ വീഡിയോ കാണാത്ത ആൾക്കാരെ പറയണം. പക്ഷെ അങ്ങനെ കണ്ടില്ലേലും അങ്ങനെ പരിഹസിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കമന്റ് നമ്മളോട് ആൾക്കാർ എന്താ പറഞ്ഞത്, നമ്മളെ വീഡിയോ ആണ് ആൾക്കാർ കുറെ ഉണ്ട്. അപ്പൊ ഒരാള് നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് വളരാൻ പാടില്ലാന്ന് നമ്മള് പറയണ്ടത്. കാരണം ആൾക്കാർ നമ്മളോട് അത്രയും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആൾക്കാരും പറയണ്ട.
അതല്ലേ പോട്ടെ. പണി ഉണ്ട്, പണി ഇല്ലാന്നല്ല കേട്ടോ, ടാപ്പിംഗ് ഉണ്ട്. അപ്പൊ നമ്മക്ക് നമ്മളെ ചങ്കുകൾക്ക് വെള്ളം കൊണ്ടു കൊടുക്കും. നാരങ്ങളും ചങ്കുകൾക്കും നമ്മളെ വീടൊന്ന് കാണട്ടോ. അങ്ങനെ അമ്മ അല്ലല്ലോ വീട്ടിലേക്ക്, അവിടെ കടന്നോളെ. അമ്മ പോയെന്നാ മതി. നമ്മളെ വീടൊന്ന് കാണിക്കണം. വീടിപ്പോ മുകളിൽ കാണിക്കാം. റെഡി ആയിട്ട് നിക്കട്ടോ. അപ്പൊ വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണിപ്പോ. ഇനി നാളത്തെ വീഡിയോയിൽ അതിന്റെ കാര്യങ്ങൾ ഫുള്ള് നമ്മൾ പറയുന്നുണ്ട്. കൊണ്ടുകൊടുക്കല്ലേ. അമ്മ അപ്പൊ നീച്ചല്ലോ. അമ്മയ്ക്ക് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. ഇന്നൊന്നുമില്ല, ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കിടന്ന അങ്ങനെ വൈകുന്നേരം കൊണ്ടോ അപ്പൊ ഇടന്നോളൂ കേട്ടോ. ഇപ്പൊ ഞങ്ങള് പോയി വരാം. വൈകുന്നേരം നമുക്ക് അതിനുണ്ടാവും. കാരണം അങ്ങനത്തെ ഒക്കെ ഞാൻ ചെയ്തോണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട. നമ്മളെ വയറിടാൻ ഉണർക്കാരം വരുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കൊടുക്കട്ടെ കേട്ടോ. എന്നാലും പൈപ്പ് അപ്പൊ കൊണ്ടുപോകല്ലേ. ഇപ്പൊ ഞാൻ കൊണ്ടേക്കൊണ്ടു അപ്പൊ കൊണ്ടുപോവാം. അപ്പൊ ഞങ്ങള് പോയിരട്ടെ. മങ്ങളവിടെ നിന്നോളെ. മുകളിൽ കയറണ്ടേ? മുകളില് മുകളിലാരെല്ലാം മുകളിൽ റഫി ഉണ്ടാവും അല്ലേ? മുകളിലേ വന്നിട്ട് മുകളിലതാണ് നമ്മളാളുടെ അവിടെ ചങ്ക് ഇതാക്കണോടെ. നല്ല ചെയ്യിലാണ്. ഇങ്ങോട്ട് പോരെ, കേറിക്കോ. കമ്പിപ്പണി കഴിഞ്ഞിട്ട് വാ. ഇനി വാർത്ത കമ്പി അടിച്ച കാണാൻ പറ്റില്ലല്ലോ. ഇനി വന്ന് കണ്ടോ കമ്പി വെട്ടിയത്. കേറിക്കോ, കേറിക്കോ. കോണി അടിക്കണത് കേറിക്കോ. അതിന്റെ മുകളിൽ ആണെങ്കിൽ കേറിക്കോ. ഞാൻ മുകളിൽ കയറി. ഇപ്പൊ ഫുള്ള് കഴിഞ്ഞിട്ടോ കമ്പ്യൂട്ടറിന്. ഇനി ഇവിടെ കുറച്ചും കൂടി ഇപ്പൊ അതാണ് നമ്മളെ എഞ്ചിനീയറും കോൺട്രാക്ടറും നമ്മളെ കൂടപ്പിറപ്പും ചങ്കും ഏട്ടനും അനിയനും. ആരൊക്കെ ഇല്ലാത്ത നമ്മളെ കുടുംബത്തില് ഒരംഗം. പുലർന്നറിഞ്ഞ് ഇപ്പൊ നമ്മളവിടെ പോയിരുന്നു. നല്ല പണി, അവിടെ പണി കണ്ടിട്ട് നല്ല സന്തോഷം. കാരണം അത്രേ ആയില്ലേ. ഇനി വാർപ്പും കൂടി കഴിഞ്ഞാല് അതിലേറെ സന്തോഷം. ഓരോ പണി ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷാണ്. വയറിങ്ങിനുള്ള. അപ്പൊ ഇത് ഉച്ച വരെ ഉള്ളൂ കേട്ടോ പണി. ഇപ്പൊ കഴിഞ്ഞ് ഒരു പോവും. അതിന് ശേഷം മറ്റാള് വരിക. നമ്മളെ ഫുള്ള് ഫാമിലി ഉണ്ടാവും. എല്ലാരും വരും. ചേച്ചിമാരും പിന്നെ ആരൊക്കെ വരുമെന്ന് അറിയില്ല കേട്ടോ. ചേച്ചിമാര് വരും, പിന്നെ മാമാര് വരും. എന്തായാലും നമ്മളെന്തായാലും 10-7 ആൾക്കാരൊക്കെ ഉണ്ട് കണക്ക്. ഓരോ എന്താ വെച്ചാല് നമുക്ക് ആരോടും പറയാക്കാൻ മതി. നമ്മളെല്ലാരും അറിയിക്കണ്ടേ. കാരണം എന്താ ആരും ഒഴിവാക്കാൻ പറ്റൂല. അതാണ്. അപ്പൊ നമുക്ക് എന്താ മീൻകറി ഉണ്ടാക്കാം. അതന്നെ. നാളെ ആയി കിട്ടി പരിപാടി കഴിയുമ്പോഴേ ഉള്ളു നമുക്ക് ഇനി ഒരു സമാധാനം ഉള്ളു കേട്ടോ. അപ്പൊ നമ്മള് ബത്തൽ മീനിന്റെ കറി ഉണ്ടാക്കാൻ പോവാണ്. എന്താ അമ്മ തച്ചിരിക്കണ എന്താ പാട്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് മീൻകറി ഉണ്ടാക്കുന്ന കേട്ടോ. ഞാൻ കൊറേ ദിവസമായി ചിക്കൻ മീനെ കൂട്ടി ലൈറ്റ് ഇട്. ഇപ്പൊ നമ്മളെ മരുന്നുപൊടിന്റെ കാരണം കൊറേ ദിവസമായി. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണ സാധാ കറിയോ? സാധാ പുളി മുളകിട്ടിട്ടൊരു കറി. ഉപ്പുകൂട്ടന് 2 എണ്ണം പൊരിക്കണം. ഒപ്പം വരും. മീറ്റിനുണ്ട് അതില് ഞാന്. അപ്പൊ 2 എണ്ണം പൊരിക്കാതെ മാറ്റിയേക്കട്ടെ കേട്ടോ. ഇതിനുള്ളൂ അത് നന്നാക്കിട്ട്. ഒരിലുണ്ടല്ലോ കുറച്ച് പക്ഷെ ഈ മീൻ നല്ല കേടില്ല. വത്തലാകുമ്പോ അല്ലാതെ നമ്മളെ മേത്തേക്ക് പിടിക്കൂല. കാരണം അല്ലാതെ കട്ടിയൊന്നും ഇല്ലാത്തോണ്ടേ കുറച്ച് ഉപ്പിട്ട് കണ്ടൊന്ന് കഴുകി കൊടുത്താലേ മീനിന്റെ മേലുള്ള കൊഴുപ്പൊക്കെ പോയിക്കോളൂ കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ കാട്ടലുണ്ട്. അപ്പൊ ഇപ്പൊ ഇത് തൊട്ടപ്പോ ഒരു മിനുസം. അപ്പൊ ഞങ്ങള് വെത്തൽ മീന് ഞങ്ങള് ഉണ്ടാക്കുന്ന രീതിയിൽ കാണിക്കാം.
അത് കഴുകണല്ലേ ഫസ്റ്റ്? അതൊന്ന് കഴുകൊണ്ടിരുന്ന ഈ കൊഴുപ്പ് പോവാനേ കണ്ടോ, നല്ല മിനുസുണ്ട് കേട്ടോ. അത് തൊടുമ്പോൾ തന്നെ ഒരു കൊഴുപ്പ്, അത് ഉപ്പിട്ടിട്ട് കഴുകിയാൽ നല്ല വൃത്തിയാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മീൻകറി വെക്കാൻ പഠിച്ചത് എന്താണെന്നറിയാം, നമ്മൾ കണ്ണൂരിൽ നിന്ന് അമ്പികേച്ചി ഒരു മീൻകറി വെച്ച് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എങ്ങനെ മീൻകറി നമ്മൾ ഉണ്ടാക്കണ കണ്ടിട്ട് ഓരുണ്ടാക്കുന്ന രീതി പറഞ്ഞാണോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതേപോലെയാണ് പിന്നെ ഞങ്ങൾ മീൻ എപ്പോൾ കിട്ടിയാലും അങ്ങനെയാണ് കേട്ടോ വെക്കുക. അപ്പോൾ നമ്മളെ കറി ഒരു കട്ടിയൊക്കെ തോന്നിക്കും, മറ്റേതൊരു വെള്ളം പോലെയല്ലേ ഉണ്ടാവുക. ഇപ്പം അത് നല്ല രസമുണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട്. അപ്പം അങ്ങനെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. തക്കാളിയൊക്കെ മിക്സിയിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കണം കേട്ടോ. ആദ്യം ഒന്നും ആക്കി വെച്ചിട്ടില്ല. അമ്മ ചിരിച്ചിങ്ങനെ നിൽക്കുക എപ്പോഴും. എന്താ പ്രശ്നം? നാളേക്ക് ഗ്യാസ് കഴിയാതെ ഗ്യാസ് നമ്മൾ നിറച്ചല്ലേ, ഇപ്പൊ കുഴപ്പമില്ല. അത് കഴിയില്ല, അപ്പൊ കുറച്ചേരായിട്ടുള്ളൂ. നമ്മള് മീൻകറീന്റെ മണം കേട്ടിട്ട് കാലങ്ങൾ അനവധിയായിട്ട് എല്ലാരും മീനൊക്കെ ഉണക്കമീന്റെ മണേ ഉള്ളു. അപ്പൊ തക്കാളിയും ചെറിയ വെളുത്തുള്ളിയും ഇഞ്ചിയും പെരിഞ്ചീരകം കൂടി അരച്ചത് കേട്ടോ, മിക്സിയിൽ അരച്ചത്. അതാണ് തക്കാളി. എന്നാലും എന്താ അറിയോ, നമ്മൾ ചിലപ്പോൾ തക്കാളിയൊക്കെ മീൻ കറിയിൽ നിന്ന് നമുക്ക് പറ്റാതെ നമ്മൾ ഒഴിവാക്കൂലേ. ഇതാവുമ്പോ അരച്ചാല് ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് തിന്നാം. എന്താ ഒഴിവാക്കണ്ട, പൈസ എടുത്ത സാധനം നമ്മൾ നാശാക്കണ്ട. നമ്മളെ ഇന്നലത്തെ പിലാപ്പിലുണ്ടല്ലോ ഇവിടെ, ഞങ്ങൾ നാട്ടില് നമ്മള് ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ഏട്ടം വിളിച്ചു കാസർഗോഡ്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ എന്തായിട്ട് അറിയോ, നമ്മളെ ഈ ഇതൊക്കെ മൂത്ത് വന്നല്ലോ, ഈ നമ്മൾ അരച്ച സംഭവങ്ങളൊക്കെ മൂത്ത് വന്നപ്പോ വേഗയ്ക്ക് കുറച്ച് മുളകും പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. ഇപ്പൊ ഞങ്ങള് വീഡിയോ എടുത്തോണ്ടിരിക്കണം, അപ്പോഴാണ് വിളിച്ചത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയായാലും ഞങ്ങള് അപ്പൊ തന്നെ കൊടുക്കും വീഡിയോ. പിന്നെ നമ്മളെ വിശേഷങ്ങൾ പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് നമുക്ക് വിളിക്കുമ്പോ നമ്മളത് അറ്റൻഡ് ചെയ്യും. പിന്നെ തിരിച്ചു വിളിക്കുമ്പോ ചിലപ്പോ ആളെ കിട്ടിയില്ലെങ്കിൽ എഴുതിയിട്ട്. പക്ഷെ എന്നാലും എല്ലാരും നമ്മള് റീപ്ലൈ കൊടുക്കലുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വിളിക്കലുണ്ട്. അപ്പൊ ആർക്ക് ഏത് സമയത്തും വിളിക്കാം, കുഴപ്പമില്ല. നമ്മളെ ജോലി കാണിച്ചിട്ട് നമ്മളെ കട്ട് ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മളെ സ്വീകരിക്കാം. അതാണ് എന്താ ഇന്ന് നാളെ അടിപൊളി പാട്ടിടങ്ങളും ജയശേട്ടനും. ജയശേട്ടൻ നമ്മളെ പണിക്കാരല്ലേ. പുളിവെള്ളം ഒഴിച്ചത് കുറച്ചും കൂടി നമ്മള് ജാറ് കഴുകി, വെള്ളം ഒന്നും കളയണ്ട, ഒന്നും കളയരുത് കേട്ടോ. അതിന് കയ്യും കഴുകില്ലേ? കൈ കഴുകിയതല്ല, എല്ലാം വിട്ട സത്യം. കൈ കഴുകിയതല്ല, ഇത് ഈ ജാറ് കഴുകിയ വെള്ളം എന്നാ പറഞ്ഞത്. പുളി കഴുകിയ വെള്ളം, നല്ല ഫ്രഷ് കൈയാണ്, കണ്ടില്ലേ? അല്ലുള്ള സത്യം നമ്മള് കുക്കിംഗ് ചെയ്യുമ്പോൾ കറക്റ്റ് പറയണം. അതല്ലേ, കൈ കഴുകില്ല. അല്ല ഞാൻ അതല്ല പറഞ്ഞതേ, അതില് കൈയിട്ടോ വെച്ച് ഉപ്പും കൂടി തപ്പൂസിന് തേച്ച് വെച്ചതാട്ടോ ഞാന്. ഉപ്പൂസിന് മാത്രല്ല കേട്ടോ, അതൊക്കെ പാടെ അമ്മയൊക്കെ വായലിങ്ങനെ അത്രല്ല, പക്ഷെ ഒരു ആഗ്രഹം. സത്യം പറഞ്ഞേ അമ്മ ഇങ്ങനെ വെള്ളം വരുന്നോക്കട്ടെ നാളെ. പറഞ്ഞ ഞാൻ മേടിക്കൂലോ. വന്നപ്പോ പിന്നെ അതിലേക്കല്ല വില എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ വിലയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ കുട്ടികളെ നാളെ നമുക്ക് നോമ്പുള്ള ദിവസമാണ്. പക്ഷെ എന്താ ചെയ്യാ, നമ്മളെ വാർപ്പ് നമുക്ക് ഇതാക്കാൻ പറ്റൂലല്ലോ. കാരണം നമുക്ക് സ്നേഹിതനാണ്, അവൻ അത്രയും എന്ത് ചെയ്ത് നമ്മളെ ചെയ്തു തരാണ്. വലിയ കരാറ് പറഞ്ഞിട്ടൊന്നുമല്ല, കരാറൊന്നുമല്ല. നമ്മളൊരു കൂടപ്പറപ്പിന്റെ കാര്യമാണ്. നമ്മളെ റഫീഖ്, നമ്മളെ മജു, നമ്മളെ ദ്രമ, നമ്മളെ ബഷീർ, നമ്മളെ അസീസ് ഒക്കെ ഉണ്ട്. ആരെയും വിടൂല, എല്ലാരും നമ്മളീ 4 ആൾക്കാരെ ഞാൻ വിടൂല. എന്റെ ചെറുപ്പം തൊട്ടുള്ളതാണ്. ഓർക്കാണ് വീട് കാണാൻ നമ്മളെക്കാളും ആഗ്രഹം. എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടല്ല ഇപ്പൊ ഇത്ര പെട്ടെന്ന് വാർപ്പായതമ്മ, എല്ലാരും പ്രാർത്ഥന ഉണ്ട്. ഇനി വലിയൊരു പ്രാർത്ഥനയുടെ കാര്യം നാളത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോ പുളിവെള്ളം അതാ തിളച്ച് വരട്ടെ. തിളച്ചിട്ട് നമ്മൾ വത്തലിടുക. കൊറേ നേരം വേവിക്കരുത്, കാരണം ആള് ഇത്രേ ഉള്ളൂ. തിന്നാ കാലിന്റെ പൂച്ചുണ്ടോന്ന് എവിടെ ഇല്ലല്ലോ, അവിടെ ഇരിക്കണേ. ഹായ് എടുത്ത പൂച്ച, ഹായ് ഹായ്, ഇവിടെ ഹായ്. മീൻ കൊടുത്താലേ ഹായ് അറിയുള്ളൂ.
അത് മീനിന്റെ വാസന കേട്ടിട്ടാണ്. അപ്പൊ ഇനി കുറച്ചു നേരം അത് തിളച്ച് വരണം. മീൻ നാട്ടട്ടെ, മീൻകറി ആട്ടെ. മീൻകറി ആയിട്ടാണ് മീൻ പൊരിക്കണം. എത്രയും 1:10 വരും. ഇത് ആയിട്ട് വേണം നമുക്ക് വേറൊരു പരിപാടി കൂടി ഉണ്ട് വൈകുന്നേരത്തേക്കുള്ള, അത് കൂടി ആക്കണം. വൈകുന്നേരത്തേക്ക് എന്താ? വൈകുന്നേരത്തേക്ക് നമുക്ക് അവിടെ പോയിട്ട് ഗോതമ്പ് ശരിയാക്കല്ലേ? ഗോതമ്പ് കുത്താനോ? വേണ്ടേ രാത്രിക്ക്? മീനിട്ടു. ഇനിയിപ്പോ ഇതൊന്ന് പകുതി വേവട്ടെ, എന്നിട്ട് നമുക്ക് തൊട്ട് നാമച്ചൊക്കെ ഉപ്പും പുളിയൊക്കെ. അപ്പൊ ഉള്ളതോ ഇല്ലാത്ത മൺകലത്തിൽ വെക്കാന് അതിനൊന്ന് മയക്കെടുക്കാണ്ട് ആ വലിയ കല എന്തിനല്ലേ ചോറ് വെക്കാനായിട്ടുള്ളൂ. അതില് അല്ലാതെ ഒന്നും പറ്റൂല. കറിയൊക്കെ വെക്കാം. അതെ, കഷായം ചെറുതിലായിട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യല്ലേ. അപ്പൊ ഒന്ന് മീൻകറി ആക്കട്ടോ. മീൻകറി മീൻ പൊരിയും കൂടി ആക്കട്ടെ. അപ്പൊ നമ്മളെ മീൻകറി വേവണ സമയം കൊണ്ട് നമ്മളെ ഗോതമ്പ് പോയിട്ട് കുത്തി വരാട്ടോ. ഇനി ചിലപ്പോ മഴ ചെയ്താൽ കുത്താൻ പറ്റൂല, അവിടുന്ന് വെള്ളാവും വരാട്ടോ. അപ്പൊ ഗോതമ്പ് കൊണ്ട് പോവാ. രാത്രിക്കുള്ള ഗോതമ്പച്ചോറ് മോർത്തിലെടുത്തതാണ്. ഗോതമ്പ് ഇങ്ങനെ കുത്തി വെച്ചാലേ, ഞങ്ങൾ ഇന്നാളെ മിക്സിയിൽ ചെയ്തിട്ടോ കാട്ടിയത്. അപ്പൊ അത് ആകെ പൊടിഞ്ഞു. ഇങ്ങനെ ഗോതമ്പിനെ കിട്ടിയില്ല, പൊട്ടിയിരുന്നു. ഇങ്ങനെ ആവുമ്പോ പിന്നെ അതിന്റെ തൊലി മാത്രമേ പോവുള്ളൂ. കണ്ടില്ലേ, ഗോതമ്പിനൊന്നും പറ്റൂല. അപ്പൊ ഇത് അസല് ചോറാവും. നല്ല രസമായിട്ട് ഇത് തിന്നാന്. നമുക്ക് രാത്രി ഗോതമ്പ് ചോറാണ് രാത്രി കഴിക്കല്ലോ. അരി ഭക്ഷണം പരമാവധി ഒഴിവാക്കല. അപ്പൊ ഇത് കാട്ടാൻ കുറച്ച് പ്രയാസമാണ്, എന്നാലും ഇതായി കിട്ടിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്നലെ ഇത് റേഷൻ കടയിൽ കിട്ടിയതാണേ. ഷോർട്ടിലിട്ടേന്നു. അപ്പൊ ഒരാൾ ചോദിച്ചിരുന്നു അതിൽ കമന്റിൽ, ഇതെങ്ങനെ ആ ചോറും കൂടി കാണിച്ചു തരുമോ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ ലെങ്ത് ആവും. പക്ഷെ നോക്കട്ടെ, നമ്മളൊരു ക്ലിപ്പ് അതിന് എടുത്തേക്കാൻ പറ്റുമെങ്കിൽ നിർത്തേക്കട്ടോ ആ ചോറായിട്ടുള്ളത്. അപ്പൊ നമ്മള് ഈ ഭാഗം ഒരക്കണ്ടില്ലേ, ഈ ഭാഗം കൊണ്ടാട്ടോ നമ്മള് അരിയൊക്കെ ഇടിക്കൂലേ. ഇത് രണ്ട് ഭാഗവും രണ്ട് പോലെയാണ് കേട്ടോ. കണ്ടോ, മോള് ഭാഗം എങ്ങനെയാണ് എല്ലാവർക്കും അറിയണ്ടാവും, പക്ഷെ ഇപ്പൊ അറിയാത്ത ആൾക്കാർക്ക് നമ്മള് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയണ്ടാവും. ഒന്നാമത് എന്താ പറയുക, ഷോർട്ട് കണ്ടപ്പോ മനസ്സിലായി കുറെ ആൾക്ക് സംഭവം അറിയില്ല. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ അരി ഇടിക്കാന്, അതേപോലെ ഗോതമ്പിന്റെ ഉമ്മി കളയാന് ഒക്കെയാണ് ഈ ഭാഗം ഉപയോഗിക്കുക. ഈ ഭാഗം നെല്ല് കുത്തിയിട്ട് ആ അരി ആ ചുമപ്പ് കളർ പോയിട്ട് വെള്ള കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുകൾ ഭാഗം ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? നെല്ല് കുത്തിയിട്ട് ചുമന്ന അരി വെള്ളയാക്കാൻ കേട്ടോ. പിന്നെ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഗോതമ്പ് വെള്ളം നനച്ചതിൻ്റെ ശേഷമാണ് ഇത് കുത്തുക പറഞ്ഞിരുന്നു. അതൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തത് കേട്ടോ. വെള്ളം ആദ്യം ഒന്ന് മേലെ ഇങ്ങനെ കുടഞ്ഞിട്ട് ഒന്ന് കുതിർന്ന് ആയിട്ടാണ് ഇട്ട് കുത്തുന്നത്. എന്നാലേ തൊലി മേലെ നിന്ന് വേഗം പോരുള്ളൂ. പിന്നെ ഇവിടെ വേറെ മറ്റേ അവലിടിക്കണേ. പണ്ട് ഇവിടെ അവലിടിച്ച സ്ഥലം നമ്മുടെ അച്ഛമ്മ ഞാനൊക്കെ വന്നിട്ട് ചെറുപ്പത്തിൽ ഇവിടുത്തെ ഉമ്മ എല്ലാവരും കൂടിയിട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ സംഭവങ്ങളൊക്കെ കേടുന്നു കുറെ കാലങ്ങളായില്ലേ. അപ്പൊ അത് വിറകായിട്ട് ഉപയോഗിച്ചു എന്നാണ് അവര് പറയുന്നത്, ചെതല പിടിച്ചിട്ട്. അതൊക്കെ ഒരു ഓർമ്മയില്ലേ. ഇപ്പൊ ഞമ്മക്ക് മീൻകറി എങ്ങനെയാ പോയേക്കാ കുത്തി വാട്ടോ. ഞാൻ അപ്പൊ വരാട്ടോ. അപ്പൊ ഇതൊരു 3 വട്ടം ഇങ്ങനെ കുത്തിയിട്ട് ഉമ്മി കളയണം, എന്നാലുള്ളത് ഉമ്മി കറക്റ്റ് പോകുക. അല്ലെങ്കിൽ ഉമ്മി നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ വയലൊക്കെ അവിടെ ഇവിടെ ഒക്കെ കുടുങ്ങിക്കും. അപ്പോൾ ഒരു 2-3 വട്ടം ഒന്ന് കുത്തിയാൽ സംഭവം റെഡി. അച്ഛമ്മ കൊണ്ട് തന്നുകൊണ്ട് പിന്നെ ഈ പറമ്പ് കൊണ്ടുപോയി ആപ്പൊക്കെ കൊണ്ട് ചുറ്റും ഒക്കെ ഇട്ടതാണ്. പൂവത്തിന്റെ കൊമ്പ് എടുത്തിട്ട് മരം മുറിച്ചപ്പോ എടുത്തുങ്ങാണ്ട് ഞങ്ങൾ ചേരിപ്പറമ്പിലായിരുന്നു. അവിടെ പെരുങ്ങലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ചിറ്റി കൊണ്ടുവന്നാണ് അച്ഛമ്മ. എന്തൊരു ഉറപ്പാണ്. അപ്പൊ നമ്മള് ഗോതമ്പ് കുത്തി വന്നു. നല്ല ഗോതമ്പ് കേട്ടോ. ഇത് രാത്രിക്കാട്ടോ ഞങ്ങൾക്ക് ഗോതമ്പ് ചോറാക്കാന്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിങ്ങാണ്ടൊക്കെ കാണിക്കുമ്പോഴേക്കും കുറെ സമയമാവും. അപ്പൊ ഇവിടെ നിക്കട്ടെ, ചോറിനലിക്ക് ചോറിനാൻ പോവാ. മീൻകറി കാണിച്ചു തരാം. മീൻകറി എന്തായോ തുറന്ന ഉടനെ മണൊക്കെ വരുന്നുണ്ട് കേട്ടോ. മഴ അടിച്ചിട്ടാ. അപ്പൊ കണ്ടോ, കുറച്ച് ഇത്ര കറി ഉണ്ടായിക്കോട്ടെ. കറി പറ്റണോ? ഇത് വേണല്ലേ രാത്രിക്കും? ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇനി വറവിടണത് ഒന്നും വേണ്ട, വറവിട്ടിട്ട് നമ്മൾ വെച്ചത്. അപ്പൊ നമ്മളെ മീൻകറി റെഡി കേട്ടോ. അപ്പൊ മീൻകറി വാങ്ങിക്കാണ്. ഞാൻ അപ്പൂസിനുള്ള മീൻ പൊരിക്കട്ടെ. അപ്പൊ ഇനിയിപ്പോൾ അതെല്ലാം കൂടി ഒക്കെ കാണിച്ചു തന്നുണ്ട്. ആകെ സമയം കുറേ ആയി. ഇനിയിപ്പോൾ ചോറിൻ്റെയൊന്നും കാണിച്ചു തരാൻ നേരമല്ല കേട്ടോ.
അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മളെ വിശേഷം നിർത്തുകയാണ്. നാളെ നമുക്ക് വരാൻ പോണ പുതിയ അടിപൊളി അടിപൊളി പുതിയ വിശേഷം അവർക്ക് നാളെ വരാം. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ബൈ. അമ്മ ബൈ.